Hi, welcome back to my YouTube channel. So today ഇപ്പോൾ രാത്രി ആയിട്ടോ, മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ചൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സം ഇൻ്റർവ്യൂസ് ടുഡേ. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് പോയപ്പോഴാണ് എൻ്റെ മെട്രോ കാർഡ് ഞാനൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ബാലൻസ് തീർന്നു പോയി. പിന്നെ ഞാൻ വേഗം ഏട്ടനെ ഫോൺ ചെയ്ത് ചെയ്യിപ്പിച്ചു. കാരണം ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ എന്തോ മറ്റേ കാർഡ് റീചാർജ് ചെയ്യുന്ന മെഷീനിൽ എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. സോ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. സോ വേഗം ഏട്ടനെ വിളിച്ച് ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തു കേട്ടോ. കുറേ നാളായിട്ട് നയൻതാരയുടെ ഹെയർ സ്റ്റൈലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ. സോ ഞാനത് ട്രൈ, ഒബ്വിയസ്ലി നമുക്ക് അങ്ങനെ ആവാൻ പറ്റില്ല, എന്നാലും എനിക്ക് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ യെസ്, കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ റെൻറ്റ് എത്രയാണ് വരുന്നത്, അതേപോലെ എല്ലാ ഡീറ്റെയിൽസും ലൊക്കേഷൻസൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ഷുവർലി ഐ പോസ്റ്റ് ദാറ്റ് വീഡിയോ സൂൺ. ഞങ്ങളുടെ നെക്സ്റ്റ് വ്ലോഗ് അത് തന്നെയാണ്. എനിക്കറിയാം നിങ്ങൾ പറയാണ്ടായിരുന്നു, എനിക്കതൊക്കെ അറിയാം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത്. എന്നാലും ഇനിയും ഏതെങ്കിലും ഒരു വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓൾ ദോസ് വീഡിയോസ് വിൽ ട്രൈ ടു ക്രിയേറ്റ്. ഇപ്പോൾ ജസ്റ്റ് ഒരു എഡിറ്റിംഗ് പ്രോസസ്സിലാണ്. മേ ബി ബൈ ദിസ് വീക്കെൻഡ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് keep supporting us by liking, sharing and commenting in all our videos. ഇവിടുത്തെ എനിക്ക് ലൈറ്റിംഗ് പോർഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് വേറെ ഒരു റിംഗ് ലൈറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ അത്രത്തോളം ഹാപ്പിയായി. കാരണം നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. സോ ഐ വാസ് തിങ്കിങ് നമുക്ക് ലൈറ്റിംഗ് ഒക്കെ നമുക്ക് ശരിയാവോ ഇല്ലയോ എന്നുള്ളത്. സോ ഐ എം വെരി ഹാപ്പി. നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ്. സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് റൂമിൽ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇതേപോലെ ബ്രോഷേഴ്സ് ഉണ്ട്. ഐ ഷോ യു സി. ഇതേപോലത്തെ ബ്രോഷേഴ്സ് ഉണ്ട്. സോ ഈ ബ്രോഷേഴ്സിലൊക്കെ നമുക്ക് കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഐ വിൽ എക്സ്പ്ലെയിൻ യു എവറിത്തിങ്, നമുക്ക് എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ആൻഡ് എവറിത്തിങ് ഈസ് സോ മെസ്സി ആയിട്ട് കിടക്കണം കേട്ടോ. ഞാൻ എത്ര വൃത്തിയാക്കിയാലുണ്ടല്ലോ അടുത്ത സെക്കൻഡിൽ അത് ഇങ്ങനെ കിടക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ മക്കളല്ലേ അല്ലേ. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, അതുമോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ്. വൈ? ബിക്കോസ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുന്നേത്തെ ഫ്ലാറ്റിൽ താമസിച്ചോട് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. സോ ആ കുട്ടി തന്നതാട്ടോ. ഇത് എമിറേറ്റ്സിൻ്റെ ബാഗാണ്. സോ ഷീ ഗേവ് ഹർ. അപ്പോൾ ഇത് അവൾക്ക് ഭയങ്കര പ്രഷ്യസാണ്. നമ്മൾ വാങ്ങിക്കൊടുത്തത് അവിടെ മാറ്റി വെക്കും, പക്ഷെ ആ കുട്ടി കൊടുത്തത് അവൾക്ക് ഭയങ്കര പ്രഷ്യസാണ് കേട്ടോ. സോ ഐ റിയലി അപ്രീഷിയേറ്റ്. ഐ മീൻ ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദ വാല്യൂ ഓഫ് ദ റിലേഷൻസ്. ഇത് കണ്ടോ, ഇത് എൻ്റെ സി വിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കുക എല്ലാവരുടെയും. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ആൻഡ് എവറിത്തിങ് ഈസ് മെസ്സി. ഇനിയിപ്പോൾ വീഡിയോ ഷൂട്ടിംഗ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്കൊന്ന് ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാനായിട്ട്. ഇന്നത്തെ ഡേറ്റോ, ഇന്നത്തെ ഡേറ്റ് എന്താ? 19. താങ്ക് യു. ഇതിപ്പോൾ ഏത് മന്താ? അങ്ങനെ മുടി എന്താണ് എങ്ങനെ ഇരിക്കണത്? ഞാൻ അപ്പോഴല്ലേ ചെയ്തു തന്നത്, പിന്നെന്താ ഇപ്പം ഇങ്ങനെ ആയത് വീണ്ടും? എനിക്കറിയില്ല. ഇതെന്താ ഇങ്ങനെ ഓട്ടോമാറ്റിക്? കുഞ്ഞിൻ്റെ മുടി കർലി മുടിയാണോ? ഇത് മുടി കറിയില്ല, കർലി മുടിയാ കുഞ്ഞിൻ്റെ. വാട്ട് യു റൈറ്റിംഗ്? സ്പെല്ലിങ്സ്. വാട്ട് സ്പെല്ലിങ്സ്? And on. Let me think. Play. P-L-A-Y. Very nice, very nice. പിന്നെന്താ എഴുതണ്ടെന്ന്? You miss Mumbai? മുംബൈ എഴുതാൻ അറിയില്ല. മുംബൈ എഴുതാൻ അറിയില്ലേ? മറന്നുപോയി. ഫസ്റ്റ് നമ്മളെ അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റൊന്നും യാതൊരു കുറവില്ല, അത്രത്തോളം ലൈനിലാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത് കേട്ടോ.
അപ്പോൾ നമുക്കിവിടെ തേങ്ങ ഇങ്ങനെ നമുക്ക് ഗ്രേറ്റഡ് ആയിട്ട് കിട്ടും, ഗ്രേറ്റഡ് കോക്കനട്ട് ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ പീസസ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മുഴുവനായിട്ട് നാളികേരം വേണമെന്ന് വെച്ചാൽ അങ്ങനെയും കിട്ടും. ഇപ്പം എനിക്ക് നാളികേരം ചിരകാനുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രേറ്റഡ് വാങ്ങണത്. പോരാത്തതിന് ഇത് കുറച്ച് എളുപ്പമാണല്ലോ, നമുക്ക് ചിരകണ്ടല്ലോ നാളികേരം. എന്നിട്ട് പിന്നെ ബീറ്റ്റൂട്ട് വാങ്ങിച്ചു. എനിക്ക് ബീറ്റ്റൂട്ടൊക്കെ നുറുക്കാൻ ഭയങ്കര മടിയാണ്, കാരണം എത്ര സമയം എടുക്കുന്നറിയോ ഇതൊക്കെ ഒന്ന് നുറുക്കി കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 4 ദിർഹം, 1/2 കിലോ 4 ദിർഹം വരുന്നുണ്ട്. പക്ഷെ ഇത് ഓഫേഴ്സൊക്കെ വരുന്ന സമയത്ത് 1 കിലോ നമുക്ക് ഏകദേശം 1.5 അല്ലെങ്കിൽ 2 ദിർഹത്തിനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അത്രയും നല്ല റേറ്റ് കുറവിൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫ്രൂട്ട് വാങ്ങിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ മാവ്, ദോശ മാവ്, എൻ്റെ മുന്നേറ്റുള്ള വ്ളോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് ഇങ്ങനത്തെ ഇതേപോലെ മാവ്. ഞാൻ ഇവിടെ നമുക്ക് പല ബ്രാൻഡ്സിനുള്ള മാവ് നമുക്ക് കിട്ടാറുണ്ട്, റെഡിമെയ്ഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ പാരഷൂട്ട് എണ്ണ, ഇതാണ് ഞാൻ ഇപ്പോൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചത്. പാരഷൂട്ട് എണ്ണയൊക്കെ നല്ല വില കുറവിൽ തന്നെ കിട്ടും, നല്ല ക്വാളിറ്റിയും ആയിരിക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ മറ്റേ ഹോം ടൂർ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വെന്റിലേഷൻ ഇല്ലേ എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് നമ്മുടെ കിച്ചണിൽ തോന്നിയിട്ടുള്ളത് നമുക്ക് വെന്റിലേഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, വിൻഡോ ആയാലും നമുക്ക് തുറക്കാൻ പറ്റില്ല, കാരണം ഇതൊരു കോമൺ ഈ ഒരു എന്താ പറയുക കോമൺ സൈഡാണ്. ചുറ്റും ഇങ്ങനത്തെ ഉള്ള കിച്ചൺസ് ആണ്, ഇങ്ങനെ വിൻഡോ ഉണ്ട്. സോ നമ്മളിത് ഓപ്പൺ ചെയ്താലും ഭയങ്കര സ്മെല്ല് വരും. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സോ അതൊരു ഡ്രോബാക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നല്ല സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ലതാണ്. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു സ്പേസിൽ ആയിക്കോളും. സോ നമുക്കിതിന് വേറെ ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഇതിന് മുമ്പത്തെ വീട്ടിലുള്ള കിച്ചണിൽ തീരെ സ്പേസ് ഉണ്ടാകുന്നില്ല. വാഷിംഗ് മെഷീനും നമ്മുടെ ഫ്രിഡ്ജ് എല്ലാം വെക്കുമ്പോഴേക്കും തന്നെ കിച്ചൺ ഫുൾ നിറഞ്ഞു നിൽക്കണ പോലെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നിന്ന് കുക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസ് കാരണം നല്ല യൂസാണ്. രാവിലെ തൊട്ട് റൂട്ടീൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. രാവിലെ തൊട്ട് ഭയങ്കര ഒച്ചയൊക്കെ വെക്കുന്നുണ്ട്, പിള്ളേരെ കളിക്കുകയാണ് പുറത്ത്. സോ രാവിലെ തൊട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ഹാവിങ് ദാറ്റ് ട്രൈപോഡ് സ്റ്റാൻഡ്. ഐ എം പ്ലാനിങ് ടു ബൈ ഇറ്റ് വെരി സൂൺ. അതാവുമ്പോൾ നമുക്ക് അതൊരു സ്ഥലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഷൂട്ട് കംപ്ലീറ്റ് ഡേ ഫ്രം മോർണിംഗ് ടിൽ മിഡ് നൈറ്റ്. അപ്പം നമുക്കതെല്ലാം ഷൂട്ട് ചെയ്യാം. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. സോ ഐ എം പ്ലാനിങ് ടു ബൈ ഇറ്റ് വെരി സൂൺ. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാട്ടോ. പക്ഷേ അത് ഇടയിൽ വെച്ചിട്ട് സ്റ്റോപ്പായിപ്പോയി. വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇടയിൽ വെച്ച് സ്റ്റോപ്പായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. സോ കുറേ വീഡിയോസ് മിസ്സായിപ്പോയി. സോ ആ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ പിന്നെ കംപ്ലീറ്റ് ആക്കിയില്ല ഷൂട്ടിങ്. നാളത്തെ ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടീസ് എന്താണ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സ് ഇങ്ങനെ. പിന്നെ പലർക്കും സംശയമുണ്ട്, അതായത് ഇവിടെ മലയാളീസ് ഉണ്ടോ എന്നുള്ളത്. മലയാളീസേ ഉള്ളൂ, മിക്ക ആൾക്കാരും മലയാളീസാണ്. അതാ ഞാൻ ഏതൊരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വന്നു എന്നുള്ള ഫീലിംഗ് ഒട്ടും ഉണ്ടാവില്ല. സോ അത്രയ്ക്കും നമ്മുടെ ആൾക്കാർ ഇവിടെ ഉണ്ട്, മലയാളീസ് ഉണ്ട്. സോ അതിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ മലയാളി ഗ്രോസറി ഷോപ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് എല്ലാം ഉണ്ട്. മിക്ക സ്ഥലത്തും മലയാളീസ് തന്നെയാണ് ഉള്ളത്. സോ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും. അതേപോലെ ജസ്റ്റ് എ മിനിറ്റ്, ഐ ജസ്റ്റ് അഡ്ജസ്റ്റ് മൈ ഫോൺ. ഓക്കെ. പിന്നെ പല ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, നമ്മളൊരു ഫ്ലാറ്റ് മന്ത്ലി ബേസിസിൽ അല്ലെങ്കിൽ പിന്നെ ഇയർലി ബേസിസിലൊക്കെ നമ്മൾ എടുക്കാൻ വരുമ്പോൾ അതിന് പ്രൊസീജിയേഴ്സ് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്നൊക്കെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി ഐ ഷൂട്ട് അനദർ വ്ളോഗ് ഫോർ ദാറ്റ് ഓൾസോ. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് അതിൽ ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുക്കാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് മാത്രമല്ല ഈ ഒരു സംശയം മിക്ക ആൾക്കാർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ ജസ്റ്റ് നമ്മൾ ഒരാൾക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ക്വരി സോൾവ് ആവില്ല. സോ അതാണ് ഞാൻ വ്ളോഗ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം. വ്ളോഗ് ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും ഈ ഒരു ഡൗട്ട് സോൾവ് ആവും.
ആൻഡ് എനിക്ക് തോന്നി കമൻറ്റ് ഇടുന്നതിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. സോ അതാണ് ഞാൻ പിന്നെ അങ്ങനെ കൂടുതൽ കമൻറ്റിൽ റിപ്ലൈ കൊടുക്കാതെ ഞാനങ്ങനെ വീഡിയോസ് ഷൂട്ടാക്കിയിട്ട് പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. ഐ എം ഗെറ്റിംഗ് എ ഗുഡ് എമൗണ്ട് ഓഫ് റെസ്പോൺസ്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഇതേപോലെ ഇത് അൽനാദ ഗിഫ്റ്റ് സെൻറ്ററിൻ്റെ ഒരു വൗച്ചറാണ് കേട്ടോ ഉള്ളത്. സോ ഇതിൽ കാണാൻ പറ്റില്ല 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ വെക്കേഷൻസ് കഴിഞ്ഞു, സ്കൂളിൻ്റെ വെക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കൂൾ ഓപ്പൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ സ്റ്റേഷനറി പ്രൊഡക്ട്സിനൊക്കെ ഒരുപാട് വില കുറവിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് പകുതിനെക്കാട്ടിലും നല്ല കുറവ് റേറ്റിൽ നമുക്ക് സ്റ്റേഷനറി പ്രൊഡക്ട്സ് കിട്ടും. അതുമാത്രമല്ല നമുക്ക് ബാക്കിയുള്ള ഗ്രോസറി പ്രൊഡക്ട്സ് അടക്കം നമുക്ക് നല്ല വില കുറവിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ ഈ നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, നമ്മൾ 1 കിലോ വാങ്ങണത് ഏകദേശം ഒരു 5 ദിർഹംസിനാണ് നമ്മൾ 1 കിലോ വാങ്ങണത് കേട്ടോ. അത് പല കമ്പനീസ് പല റേറ്റ് ആയിരിക്കും, പക്ഷെ ഞാനിപ്പോൾ മിനിമം എമൗണ്ട് പിടിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 5 ദിർഹംസാണ് നമുക്ക് യൂഷ്വലി വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഓഫറുള്ള സമയത്ത് നമുക്ക് 2 കിലോ 5 ദിർഹംസിനാണ് കിട്ടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 5 ദിർഹംസ് അവിടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, കുക്കിംഗ് ഓയിൽ, അപ്പോൾ ഇതും ഏകദേശം 1.5 ലിറ്റേഴ്സ് വരുന്നത് 12 to 13 ദിർഹംസ് ആണ് വരുന്നത് കേട്ടോ. അതും ഈ പറയുന്ന പോലെ പ്രൊഡക്ട്സിനനുസരിച്ചിട്ട് റേറ്റ് മാറും, പക്ഷേ മിനിമം പറയുന്നത് 12 to 13 ദിർഹംസ് ആണ്. അപ്പം നമുക്ക് ഈ 12 to 13 ദിർഹംസ് 7.50 ദിർഹംസിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ നമുക്ക് എത്രത്തോളം വില കുറവിലാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കി എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഇതേപോലെ സോപ്പിൻ്റെ ഈ ജോ സോപ്പ് 5 ദിർഹംസിന് ഓൾമോസ്റ്റ് ഒരു 6 സോപ്പാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതേപോലെ നമ്മുടെ ചൂലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വാരണത് ഈ ഒരു സംഭവം, ഇത് സെറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഡാമേജ് ആകുമ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അഫോർഡ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. സോ നമ്മൾ സെറ്റായിട്ട് ഇപ്പോൾ ഈ ഒരു ഓഫർ സമയത്ത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 5 ദിർഹംസിന് കിട്ടും. ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ വ്ളോഗിലിട്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നായിട്ട് വാങ്ങിയത്. സോ 5 ദിർഹംസിനാണ് ഞങ്ങൾക്ക് ഈ ഒരു അസോർട്ടഡ് പാക്ക് കിട്ടിയത്. അല്ലെങ്കിൽ യൂഷ്വലി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 13 to 14 ദിർഹംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. എന്നിട്ട് പ്ലാസ്റ്റിക് ബക്കറ്റ് ഇതും 4 ദിർഹംസിന് കിട്ടുന്ന അത്രയ്ക്ക് വില കുറവിലാണ്. അല്ലെങ്കിൽ യൂഷ്വലി പോയി കഴിഞ്ഞാൽ 10 ദിർഹംസിന് താഴെ കിട്ടില്ല. സോ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല നമുക്ക് എത്രത്തോളം വില കുറവിലാണ് കിട്ടണം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഒരു ബ്രോഷർ അവർ എപ്പോഴും പ്രൊവൈഡ് ചെയ്തിട്ട് എപ്പോഴും ഓഫേഴ്സ് വരാറുണ്ട്. കൊല്ലത്തിൽ 1-2 പ്രാവശ്യമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ മാസം ഇതേപോലെ ഓഫേഴ്സ് വരാറുണ്ട്. സോ നമുക്ക് ഇതിലൊക്കെ നല്ലോണം എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എല്ലാത്തിനും ഓഫറൊക്കെ നോക്കിയിട്ട് ഏകദേശം എല്ലാ ഷോപ്പിലും ഒരേ സമയത്തായിരിക്കും ഓഫർ ഡിസ്പ്ലേ ചെയ്യുന്നത് കേട്ടോ അവർ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ബ്രോഷേഴ്സ് ഏകദേശം ഒരേ സമയത്ത് നമുക്ക് കിട്ടും കേട്ടോ. ഭയങ്കര റെയർ ആയിട്ടാണ് ചില സൂപ്പർ മാർക്കറ്റ്സിൽ മാത്രം ഓഫേഴ്സ് ഉണ്ടാവും, ബാക്കി സൂപ്പർ മാർക്കറ്റ്സിൽ ഓഫർ ഉണ്ടാവില്ല. ഇതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഓഫേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ നിരത്തി ആ പേപ്പർ നമ്മുടെ ബ്രോഷർ നിരത്തി വെക്കും. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സിൻ്റെ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വില കുറവ് നമുക്ക് എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ മിക്ക സാധനങ്ങളും ആ ഒരു പർട്ടിക്കുലർ സൂപ്പർ മാർക്കറ്റിലെ വില കുറവ് വെച്ചാൽ ഞാൻ വേഗം അവിടെ പോയിട്ട് വാങ്ങും കേട്ടോ. ഈ ഓഫർ ഉള്ളത് ചില സമയത്ത് 3 ദിവസത്തിൻ്റെ ഓഫർ, ചിലത് 1 ഡേ ഓഫർ, മെയിൻലി വീക്കെൻഡ് ഉണ്ടാവില്ല, ആ സമയത്താണ് ഈ ഓഫേഴ്സ് വരുന്നത്. സോ അങ്ങനെയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്ലാനിങ് കൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഈ ഗ്രോസറി എക്സ്പെൻസും പിന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ, ഈ 2 കാര്യം നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കുക. അതേപോലെ നമ്മുടെ റെൻറ്റ്, നമ്മൾ ഫ്ലാറ്റ് സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് പല ഫ്ലാറ്റ്സ്, അല്ലാണ്ട് ഈ ഒരു ഫ്ലാറ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തു അങ്ങനെയല്ല, പല ഫ്ലാറ്റ്സ് നമുക്ക് പോയി കയറി നോക്കേണ്ടി വരും. അപ്പം നമുക്ക് എങ്ങനെയാണോ നമുക്ക് നല്ല കംഫർട്ടബിൾ, നല്ല സ്പേഷ്യസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി വെരി കോസ്റ്റ് ഇഫക്റ്റീവ് ആസ് വെൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് റെൻറ്റും ഒത്തിരി കുറയ്ക്കാൻ പറ്റും കേട്ടോ. സോ ഈ ഒരു എല്ലാ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അങ്ങനെയൊക്കെയാണ് നമ്മളൊരു എബ്രോഡ് ലൈഫ് എന്ന് പറയണത്. നാട്ടിൽ പിന്നെ നമുക്ക് കൂടുതൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വൺസ് വി ആർ എബ്രോഡ് വി നീഡ് ടു തിങ്ക് എ ലോട്ട് അബൌട്ട് സേവിങ്സ്. കാരണം നമ്മൾ എബ്രോഡിലേക്ക് വരുന്നത് മെയിൻലി സേവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. സോ എവറിത്തിങ് വി നീഡ് ടു തിങ്ക് ആൻഡ് അക്കോർഡിംഗ്ലി പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവയർനെസ് ഉണ്ടാവണം, എപ്പോഴാണ് ഓഫേഴ്സ് വരുന്നത്, എല്ലാ കാര്യത്തിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. So that was my personal experience. I think it is a wonderful tip for you as well.
ഇപ്പം ഈ വെള്ളത്തിൻ്റെ ടാങ്ക് ആയാലും നമ്മൾ പണ്ടത്തെ റൂമിൽ വെച്ചുകൊണ്ടിരുന്നത് ഹാളിലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ ഇവിടെ നല്ല സ്ഥലമുണ്ട്, നമുക്ക് കിച്ചണിൽ തന്നെ സുഖമായിട്ട് വെക്കാൻ പറ്റും. സോ ഹാള് നമുക്ക് നല്ല രീതിയിൽ നീറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം നല്ല നീറ്റാണെങ്കിൽ നമുക്ക് ഒരു മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയണതാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീടൊക്കെ ഇവിടെ വന്ന് ബുക്ക് ചെയ്യുമ്പോൾ എല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ. നമുക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കാണ്ടൊക്കെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, അത് കുട്ടിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ആദ്യം വാങ്ങിക്കൊടുത്തതാട്ടോ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ടോയ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് ലഗേജ്, ഒന്നാമത്തെ ഞാൻ വരുമ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്. സോ ഒരുപാട് ലഗേജ് എനിക്ക് കാലിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഏറ്റിക്കൊണ്ട് വരാൻ പറ്റില്ലായിരുന്നു. സോ അവളുടെ ടോയ്സൊക്കെ അവിടെ നിന്ന് വെച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ടോയ്സ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുത്തതാണിത്. വാങ്ങിക്കൊടുത്ത 1 മാസത്തിനുള്ളിൽ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പാവം എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കും കേട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി? എനിക്ക് ഇഷ്ടമായിട്ടോ. അത്ര ഒരു പെർഫെക്റ്റ് ലുക്ക് ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടമായി. ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വ്യത്യാസമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ ദിവസം ഇങ്ങനെയായിട്ടോട് പോകാം. ഇത് ഞാൻ മറ്റേത് സെറ്റാക്കിയതല്ല കേട്ടോ, ഇതെൻ്റെ നാച്ചുറലായിട്ട് മുടി ഇങ്ങനെ തന്നെയാണ്. കുറച്ചൊരു വേവി, കേർലി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വേവി ടൈപ്പാണ് എൻ്റെ മുടി. സോ അങ്ങനത്തെ മുടിയാണ് ആദ്യക്കുട്ടിക്കും കിട്ടിയിട്ടുള്ളത്. അവളുടെയും കംപ്ലീറ്റ്, അവളുടെ മുടിയൊക്കെ കണ്ടിട്ട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് കട്ടിങ് ഈ പ്രായത്തിലാണ് ചെയ്തിട്ടുണ്ടോ. ഞാൻ സ്റ്റെപ്പ് കട്ടിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അത് നാച്ചുറലായിട്ട് അവളുടെ മുടി അങ്ങനെ വേവി ആയിട്ട് കിടക്കണതാണ്. സോ അവളുടെ മുടി സ്റ്റെപ്പ് കട്ട് ചെയ്ത പോലെ ഒരു ഫീല് തോന്നുന്നത് കേട്ടോ. സോ വേവി ആയിട്ടുള്ള മുടി കാരണം കേട്ടോ അങ്ങനെ. ബട്ട് ഐ ലൈക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊന്ന് സെറ്റ് ആവട്ടെ, പിന്നെ ഹെയർ വെച്ച് കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. സോ പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ തന്നെ എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലെങ്തി ആയി പോകും കേട്ടോ. ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നൊരു സംശയമുണ്ട്, എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ, അല്ല ഷോർട്ടായിട്ട് വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഏതാണ് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത് വെച്ചാൽ അക്കോർഡിംഗ്ലി ഞാൻ വീഡിയോസ് എടുക്കാം. ഓക്കെ, പിന്നെ ഹസ്ബൻഡിനെയും ഏട്ടനെയും ഇൻവോൾവ് ചെയ്യണം, മോളിയും ഈ വീഡിയോസൊക്കെ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, സോ സീ യു ഇൻ അനദർ വ്ളോഗ്. അപ്പോൾ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.